പ്രിയദർശിനി പദ്ധതി വന്നതോടുകൂടി തന്നെ KSRTC നഷ്ടത്തിലാണ് ഓടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് വീഡിയോകൾ കണ്ടു. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്ന പരിപാടി നല്ലതാണ് എങ്കിലും ഈ പദ്ധതിക്ക് പകരം എത്ര തന്നെ സാമ്പത്തിക ബാധ്യതയിൽ 5 ലക്ഷം BPL വിഭാഗത്തിൽപ്പെടുന്ന നിർധനരായ സ്ത്രീകൾക്ക്, അതായത് ഏകദേശം 21 മുതൽ 60 വയസ്സ് വരെയുള്ളവർ മാസം 2000 രൂപ വെച്ച് നൽകിയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ഗുണപ്രദമായേനെ. ഈ സൗജന്യ യാത്ര മൂലം KSRTCക്ക് 100 കോടിയോളം രൂപയാണ് നഷ്ടമാകുന്നത്. ഇത് സ്വാഭാവികമാണ്. എന്നിരുന്നാലും സർക്കാർ ഈ തുക കൂടുതൽ ഫലപ്രദമായി തന്നെ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ ഒരു പദ്ധതി വന്നാൽ 5 ലക്ഷം ഏകദേശം 2000, അത് ഏകദേശം 100 കോടിയിൽ തന്നെ കൂടുതൽ ആവശ്യക്കാർക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗത്തിനും വിഷമം ഉണ്ടാവുകയുമില്ല, ആരും എതിർക്കുകയുമില്ല. 21 മുതൽ 60 വയസ്സിനിടയിൽ 30 ലക്ഷത്തോളം BPL ലിസ്റ്റുള്ള സ്ത്രീകൾ ഉണ്ടല്ലോ ഇവിടെ. അത്രയും പേർക്ക് 2000 വെച്ച് കൊടുക്കുന്നതിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാകും. അതിനാൽ അവരിൽ നിന്ന് 5 ലക്ഷത്തെ കണ്ടെത്തിക്കൂടെ എന്നതാണ് ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. അവരിൽ വിവാഹം കഴിക്കാത്തവരും അസുഖബാധിതരും വികലാംഗരും സ്വന്തമായി തന്നെ വീടോ അല്ലെങ്കിൽ 5 സെന്റ് സ്ഥലമില്ലാത്തവരും ഡിഗ്രി വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലി ഇല്ലാത്തവരും 10,000 രൂപയ്ക്ക് താഴെയുള്ള ശമ്പളത്തിന് ജോലിക്ക് പോകുന്നവരും ഭർത്താക്കന്മാർക്ക് തീരെ അസുഖം ബാധിച്ച് ജോലിക്ക് പോകാൻ കഴിയാത്തവരും കണ്ടെത്തിക്കൊണ്ട് 30 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷത്തെ കണ്ടെത്തി നൽകാമായിരുന്നു. അതല്ലേ ഏറ്റവും കൂടുതൽ നല്ലത്? ഇവിടെ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച സർക്കാർ നടപടിക്കെതിരെയും പകരം അവിടെ നടപ്പിലാക്കാവുന്ന ബദൽ പദ്ധതിയെക്കുറിച്ചും തന്റെ അഭിപ്രായം പങ്കുവച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ്. അദ്ദേഹം പറയുന്ന, അല്ലെങ്കിൽ സന്തോഷ് പണ്ഡിറ്റിന്റെ നിരീക്ഷണം എന്ന് തുടങ്ങിക്കൊണ്ടാണ് ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ആ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഒന്ന് നോക്കാം. അതിലൂടെ പറയുന്നത്, KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്ന പരിപാടി നല്ലതാണെങ്കിലും ഇതിനായി സർക്കാർ 100 കോടിയോളം രൂപ നഷ്ടം സഹിക്കുന്നു എന്ന വാർത്ത കണ്ടു. ഇത് സ്വാഭാവികമാണ്. ഈ പദ്ധതിക്ക് പകരം എത്ര തന്നെ സാമ്പത്തിക ബാധ്യതയിൽ 5 ലക്ഷം BPL വിഭാഗത്തിൽപ്പെടുന്ന നിർധനരായ സ്ത്രീകൾക്ക് ഏകദേശം 21 മുതൽ 60 വയസ്സ് വരെ ഉള്ളവർ മാസം 2000 രൂപ വെച്ച് നൽകിയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ഗുണപ്രദമായേനെ എന്നതാണ് എൻ്റെ നിരീക്ഷണം. അങ്ങനെ ഒരു പദ്ധതി വന്നാൽ 5 ലക്ഷം, അതായത് 200 കോടി, അതിൽ തന്നെ കൂടുതൽ ആവശ്യക്കാർക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കുമായിരുന്നു. അത് തന്നെ, അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു വിഭാഗത്തിനും വിഷമവും ഉണ്ടാകാൻ പോകുന്നില്ല, ആരും എതിർക്കുകയുമില്ല. 21 മുതൽ 60 വയസ്സിനിടയിൽ 30 ലക്ഷത്തോളം BPL ലിസ്റ്റിലുള്ള സ്ത്രീകൾ ഉണ്ടല്ലോ. അത്രയും പേർക്ക് 2000 വെച്ച് കൊടുക്കുന്നത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാകും. അതിനാൽ തന്നെ അവരിൽ നിന്നും 5 ലക്ഷത്തെ കണ്ടെത്തിക്കൂടെ? അവരിൽ വിവാഹം കഴിക്കാത്തവരും അസുഖം ബാധിച്ചവരും വികലാംഗരും സ്വന്തമായി വീടോ 5 സെന്റ് സ്ഥലമോ ഇല്ലാത്തവരും ഡിഗ്രി വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലി ലഭിക്കാത്തവരും 10,000 രൂപയ്ക്ക് താഴെ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരും ഭർത്താക്കന്മാർക്ക് തീരെ അസുഖം ബാധിച്ച് ജോലിക്ക് പോകാൻ കഴിയാത്തവരെയും കണ്ടെത്തിക്കൊണ്ട് 30 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷത്തെ കണ്ടെത്തി നൽകാമായിരുന്നുവെങ്കിൽ അതല്ലേ നല്ലത്? ഏതാണ്ട് ഇപ്പോൾ നൽകുന്ന സൗജന്യ യാത്രയുടെ മറ്റൊരു രൂപമാകില്ലേ അത്? അതും തീർത്തും അർഹതപ്പെട്ടവർക്ക് തന്നെ ഇത് കിട്ടും. നിലവിൽ സ്വകാര്യ ബസ് ഉടമകൾക്ക് സ്ത്രീകൾ കയറുന്നത് കുറഞ്ഞുവെന്നും വലിയ നഷ്ടം വരുന്നുവെന്നും ചില വീഡിയോകൾ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിന്ത ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. ഇത്രമാത്രം അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അദ്ദേഹം പറയുന്നത്, ഇത്തരത്തിൽ സൗജന്യ യാത്ര നൽകുന്നതിന് പകരം സ്ത്രീകൾക്ക് പ്രതിമാസം 2000 രൂപ നൽകിയിരുന്നുവെങ്കിൽ ഈ ഒരു നഷ്ടം KSRTCക്ക് വരികയില്ലായിരുന്നു എന്നതാണ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ KSRTCയുടെ പ്രിയദർശിനി പദ്ധതി വന്നതോടുകൂടി തന്നെ ഇവിടെ സ്വകാര്യ ബസ് സർവീസുകൾ പൂർണ്ണമായും തന്നെ നിലയ്ക്കുന്ന, അല്ലെങ്കിൽ ബസ്സുകൾ കട്ടപ്പുറത്ത് കയറേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഏകദേശം 200 മണ്ടയ്ക്കുള്ള ബസ്സുകളാണ് ഇപ്പോൾ അവരുടെ ദിവസേനയുള്ള സർവീസുകൾ നിർത്തിവെക്കുകയും ഇതിലൂടെ തന്നെ അവർക്ക് കോടികളുടെ നഷ്ടം ഉണ്ടായതായി തന്നെ ഇപ്പോൾ പ്രൈവറ്റ് ബസ് ഓണർമാരും ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ഇതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ ഇതിന് ഫലപ്രദമായ ഒരു പരിഹാരം തങ്ങളെ കൊണ്ട് കാണാൻ സാധിക്കുമെന്നും അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണമായി തന്നെ ഇവിടെ സന്തോഷ് പണ്ഡിറ്റ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം പങ്കുവച്ചിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.